പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസി, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിലെ 142-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പേ ഓതി വെച്ചത്. ഇന്നത്തെ ഈ കാലികമായ സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സൂക്തമാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം നമുക്കറിയാം. പല ഖുതുബകളിലായി നമ്മൾ ശ്രവിച്ചതാണ്. അതിൻ്റെ ഒരു ഭാഗം ഈ ആയത്തിൽ പരാമർശിക്കുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിയരിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ. അദ്ദേഹം ഈജിപ്തിൽ ആയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ അനുയായികളെയും കൂട്ടി അദ്ദേഹം യാത്ര തിരിച്ച് ചെങ്കടൽ കടന്ന് സീനാ മരുഭൂമിയിൽ താമസിക്കുകയാണ്. ഇത് മൂസാ നബിയുടെ ചരിത്രങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ ഒരു വിളിയാളം ഉണ്ടാകുന്നു. അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഗ്രന്ഥം കിട്ടിയിട്ടില്ല. ഗ്രന്ഥം ലഭ്യമായിട്ടുള്ള പ്രവാചകന്മാരിൽ ഒരാളാണല്ലോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഗ്രന്ഥം തൗറാത്താണ്. തോറ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന തൗറാത്ത്, ഇത് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു മൂസാ നബിയുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആ ഭാഗമാണ് ഈ സൂക്തത്തിലുള്ളത്. വഅദ്നാ മൂസ 30 ലൈലത്തൻ. അള്ളാഹു പറയാണ്, നാം മൂസയുമായി 30 രാത്രി സീനാ പർവ്വതത്തിൽ വരാനും അവിടെ 30 രാത്രി ധ്യാന നിരതനായി കഴിഞ്ഞുകൂടാനും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഒരു കരാർ നടക്കുകയാണ്. 30 രാത്രിയാണ്. എന്നിട്ട് അള്ളാഹ് പറയാ പക്ഷെ ആ 30 ആണെങ്കിൽ 30ന്റെ കൂടെ ഒരു 10 കൂടി ചേർത്ത് അങ്ങനെ അള്ളാഹുവിൻ്റെ ആ കൽപ്പന 40 ലൈലത്തൻ, അത് 30-ൽ നിന്ന് 40-ലേക്ക് എത്തി. 40 രാത്രിയോടുകൂടി ആ കരാർ പൂർത്തീകരിക്കുകയാണ്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുമായി കല്ലമ മൂസ എന്നൊക്കെ പറഞ്ഞില്ലേ, മൂസയും അള്ളാഹുവും തമ്മിൽ നടത്തുന്ന സംഭാഷണവും ഇത് ലഭിക്കുന്നതിന് വേണ്ടി ധ്യാനനിരതനായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിച്ചു കൂട്ടിയിട്ടുള്ള ആ ഒരു കാലയളവ് അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ജനതയിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഈ വിളിയാളം വരുന്നതും അങ്ങനെ സീനാ പർവ്വതത്തിലേക്ക് പോകാൻ ഉള്ള കൽപ്പന പ്രകാരം അദ്ദേഹം പോകുന്നതും. ഇവിടെ വഖാല മൂസ, ഇതാണ് നമ്മുടെ വിഷയം. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഒരു പകരക്കാരനെ ഇവിടെ വെക്കണം. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ സമുദായത്തിൻ്റെ സ്ഥിതി
ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ എല്ലാ സ്ഥിതികളും ആർക്കറിയാം? മൂസാ നബിക്കറിയാം. ഒരു ദിവസം അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ എടുത്ത എല്ലാ പണിയും അതോടുകൂടി ബാത്തിലാകും എന്നാർക്കറിയാം? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്കറിയാം. അതുകൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച്, അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് മൂസാ നബിക്ക് ഒരു പകരക്കാരനെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനിനെ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ആ പകരക്കാരൻ ആ സമയത്ത് മൂസാ നബി പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്ത് വഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലി അഖീഹി ഹാറൂൻ, തൻ്റെ ബ്രദർ, തൻ്റെ സഹോദരനായ ഹാറൂനിനോട്. അവിടെ അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങളുണ്ട്, 3 ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഉഖ്ലുഫ്നി ഫീ ഖൗമി, ഹാറൂനിനോട് പറയാണ് ഒന്നാമത്തെ ഉപദേശം. ഉഖ്ലുഫ്നി, ഹാറൂനിനോടാണ് പറയുന്നത്, ഹാറൂനെ, നീ എൻ്റെ ഈ സമുദായത്തിലെ അല്ലെങ്കിൽ എൻ്റെ ഈ സമൂഹത്തിൽ ഞാൻ നിന്നെ ഇവിടെ പ്രതിനിധിയാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തം, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ആ ഉത്തരവാദിത്തം എൻ്റെ അഭാവത്തിൽ നീ വളരെ കൃത്യമായി അത് നിർവഹിക്കണം. നീ പ്രാതിനിധ്യം വഹിക്കേണ്ട മുറപ്രകാരം നീ ആ പ്രാതിനിധ്യം വഹിക്കണം എന്ന് തൻ്റെ സഹോദരൻ ഹാറൂനിനോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇനി നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഈ രാജ്യത്തെ ഭരണം നടത്തുന്ന ആളുകൾ ആരായിരിക്കട്ടെ, താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ ആരായിരുന്നാലും ശരി, ഒരു പക്ഷെ അവർ നേർക്ക് നേരെ ഇവിടെ ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവർക്ക് പകരക്കാരനായി ഒരു പക്ഷേ മറ്റൊരാളെ നിശ്ചയിച്ചെന്ന് വരാം. ആരാണെങ്കിലും ശരി, ഇവിടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ചുമതലാ ബോധം എന്ന് പറയുന്നത് അതൊരു താൽക്കാലികമായി ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തമാണെങ്കിലും ശരി, നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ആ ബാധ്യത അത് വളരെ കൃത്യമായി നിർവഹിക്കണം എന്ന ഒരു സന്ദേശം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂനിന് നൽകുന്ന ഈ ഉപദേശത്തിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഉഖ്ലുഫ്നി ഫീ ഖൗമി, എന്റെ ഉത്തരവാദിത്തം, ഞാൻ നിർവഹിക്കേണ്ട കാര്യം അത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നീ നിർവഹിക്കണം. ഇതൊരു അമാനത്താണ്. ആ അമാനത്ത് കൃത്യമായി നിർവഹിക്കേണ്ട ചുമതല നിനക്കുണ്ട്. നമ്മൾ ഏറ്റെടുക്കുന്ന ഡ്യൂട്ടി അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മൾ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള തികഞ്ഞ അവബോധമുണ്ടാകണം എന്ന ഒരു സന്ദേശമാണ് ഇതിലുള്ളത്. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഉത്തരവാദപ്പെട്ടവർ അറിയേണ്ടത്, ഏകദേശം 147 കോടിയോളം വരുന്ന ജനങ്ങൾ, ആ ജനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഭരണാധികാരികൾ അവരുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. കാരണം ഈ 147 കോടി ജനങ്ങളുടെ പ്രതിനിധികളാണ് താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെയുള്ള ഭരണാധികാരികൾ എന്ന് തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ അതൊരു പകരക്കാരനെ നിശ്ചയിച്ചാലും ശരി, നേർക്ക് നേരെയുള്ളവരാണെങ്കിലും ശരി, അവരുടെ ഇടപെടലുകൾ അത് വളരെ കൃത്യമായിരിക്കണം, നീതിപൂർവകമായിരിക്കണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാം, ഞാൻ കുറച്ചു ദിവസം ഇവിടെ ഇല്ലാതെയായാൽ ഇത്രയും നാൾ ഞാൻ നിർവഹിച്ച എന്റെ ഈ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമെന്ന് കൃത്യമായ ബോധ്യം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഉപദേശമാണ് ഹാറൂനിൽ നൽകുന്നത്. അല്പം പോലും വ്യത്യാസം വരരുത്. നീ അതിൽ തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത് എന്ന ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത് അദ്ദേഹം നൽകുന്ന ഉപദേശം, നീ ഈ ജനങ്ങൾക്കിടയിൽ നിന്നെ ഏൽപ്പിക്കപ്പെടുന്ന ഈ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നീ പ്രവർത്തിച്ചുകൊണ്ട് ഇസ്ലാഹ് നടത്തണമെന്നതാ. നീ ഇസ്ലാഹ് നടത്തണം. ഇസ്ലാഹ് നടത്തുക എന്ന് പറഞ്ഞാൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ്. കേടുവന്ന ഒരു സാധനത്തെ നന്നാക്കിയെടുക്കുന്ന പ്രക്രിയക്കാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. ആ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഇസ്ലാഹി പ്രവർത്തകർ എന്ന് പറയുന്നത്. അങ്ങനെ പരിഷ്കരണ പ്രവർത്തനം നടത്തുന്ന പരിഷ്കർത്താവിനാണ് മുസ്ലിഹ് എന്ന് പറയുന്നത്. അപ്പം ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു വളരെ കൃത്യമായി മൂസാ നബി പറയുന്ന വാക്ക് അങ്ങനെ തന്നെ എടുത്തുദ്ധരിക്കുകയാണ്. ഹാറൂനെ, നീ ഇസ്ലാഹ് നടത്തണം. നീ ഈ സമൂഹത്തിൽ ഈ ആളുകൾക്കിടയിൽ കൃത്യമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തണം. ഇത് വല്ലാത്തൊരു ഉത്തരവാദിത്തമാണ്. ആളുകളുടെ മനസ്ഥിതി എന്തായിരിക്കുമെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും അറിയാൻ കഴിയില്ല. ഞാൻ ഇതുപോലെയുള്ള ഒരു ഇസ്ലാഹ് നടത്താൻ ഉത്തരവാദപ്പെട്ടവനാണ് എന്നിരിക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഓരോരുത്തർക്കും ഈ ബാധ്യത നിർവഹിക്കേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണത് വരിക. ഒന്ന്, ഒരു മാറ്റമില്ല. നമുക്കറിയാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. 950ഓളം കൊല്ലം പ്രബോധനം നടത്തിയിട്ട്, ഇസ്ലാഹി പ്രവർത്തനം നടത്തിയിട്ട്, പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രം ലഭ്യമായ ഒരു പ്രവാചകനാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അവസാനം അദ്ദേഹം നിരാശനായി ഇട്ടെറിഞ്ഞു പോവുകയല്ല, അള്ളാഹുവിന്റെ സഹായം അപേക്ഷിക്കുകയാണ്. അള്ളാഹുവേ ഉൻസുർനി, എന്നെ സഹായിക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഈ അക്രമികളായിട്ടുള്ള ഈ സമൂഹത്തിൽ നിന്ന് രക്ഷ കിട്ടണം എനിക്ക്, അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്നാവശ്യപ്പെടുകയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതുപോലെയുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട് എന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്തു പറഞ്ഞിട്ടും കാര്യമല്ല, ആളുകൾ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി നിരാശനായി പോകുമല്ലേ? ഒന്നുകിൽ നിരാശ പൂണ്ട് അവഗണിച്ചേക്കാം, അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ എഴുതിത്തള്ളിയേക്കാം. ഇനി ഒരു കാരണവശാലും ഈ ആളുകളൊന്നും നന്നാകൂല എന്ന് വിചാരിച്ച് മനസ്സുകൊണ്ട് എഴുതിത്തള്ളിയേക്കാം. ഇങ്ങനെ രണ്ട് രൂപത്തിലാ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നിരാശനായി പോകാനോ എഴുതിത്തള്ളാനോ ഒന്നും പാടില്ല എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും നിലനിർത്താൻ ആവശ്യമായത് എന്താണോ അത് നിർവഹിക്കുക മാത്രമാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്ന വളരെ കൃത്യമായ ഒരറിവ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോ നമ്മൾ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കേണ്ട, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബാധ്യതയുള്ളവരാണ്, ഉത്തരവാദിത്തമുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇത് എത്ര ചെറിയവനാണെങ്കിലും ശരി, ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവരാണെങ്കിലും ശരി, ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കേണ്ടതുണ്ട്. എന്നാൽ രാജ്യത്ത് വിദ്വേഷം വളർത്തി, വിഭാഗീയതകൾ ഉണ്ടാക്കി,
വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കി കലാപ കലുഷിതമായ ഒരന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കുന്നതെങ്കിൽ അരുത് എന്ന് പറയാനും അതിനെ കൃത്യമായ നിലയിൽ ജനാധിപത്യ രീതിയിൽ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഇത് ശരിയല്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ അത് എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ശരി, അത് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കുക എന്നതും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത് രാജ്യസ്നേഹമാണ്, ഇതിനോടുള്ള കൂറാണ്, ഹുബ്ബുൽ വതനാണ്, രാജ്യസ്നേഹമാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി നമ്മൾക്ക് ഉണ്ടാകണം. കഴിഞ്ഞകാല പ്രവാചകന്മാർ, ലോകത്ത് വന്നിട്ടുള്ള സകലമാന പ്രവാചകന്മാരും നിർവഹിച്ചിട്ടുള്ളത് ഈ പ്രക്രിയയാണ്. അതാത് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവർ കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ചത് അതാ. സ്നേഹമാണ് പഠിപ്പിച്ചത്, സന്തോഷമുണ്ടാകണമെന്നാണ് പഠിപ്പിച്ചത്, ഏകദൈവ ആരാധനയെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. എങ്കിലേ രാജ്യത്ത് ഐക്യമുണ്ടാകൂ എന്നാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടി. പ്രവാചകത്വത്തിലൂടെ സമൂഹത്തെ കൃത്യമായ ഇസ്ലാഹ് നടത്താൻ ശ്രമം നടത്തിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന വർഗീയപരമായ ചിന്തകൾ, ഗോത്രങ്ങൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം മഹിമകൾ പറഞ്ഞുകൊണ്ട് വിഭാഗീയതകൾ ഉണ്ടാക്കി യുദ്ധക്കൊതിയന്മാരായ ആളുകൾ പരസ്പരം ഏറ്റുമുട്ടലുകളിലേക്കൊക്കെ പോയ ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ ചെയ്തത് കൃത്യമായ ഇസ്ലാഹായിരുന്നു, കൃത്യമായ പരിഷ്കരണ പ്രവർത്തനങ്ങളായിരുന്നു. എന്നിട്ട് ആ സമൂഹത്തോട് പ്രവാചകൻ പറഞ്ഞു, ലാ ഫളല ലിഅജമിയിൻ വലാ അറബിയിൻ, അറബിക്ക് അനറബിയേക്കാൾ, വലാ ലിഅബ്യദ അലാ അസ്വദ, കറുത്തവന് വെളുത്തവനേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു വ്യത്യാസവുമില്ല. വളരെ കൃത്യമായി വർഗീയതക്കെതിരിൽ കൃത്യമായ പ്രവർത്തനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കി, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, തീർച്ചയായും നാം നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, പരസ്പര ഗോത്രങ്ങൾ, കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെ പരസ്പരമായി തീർന്നത് ലിതആറഫു, നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യൻ എന്ന് പറയുന്നത്, ഉത്കൃഷ്ടവാൻ എന്ന് പറയുന്നത് സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നവനാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ആ സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. മാത്രമല്ല ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ പരസ്പരം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഫഅസ്ലിഹു ബൈന അഖവൈക്കും, കൂട്ടുകാർക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ പരസ്പരം ഗുണദോഷം എന്ന് പറഞ്ഞാൽ പരസ്പരം ഉപദേശങ്ങൾ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടവരാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഇവിടെ എന്തിനാണ് നിറത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കുന്നത്? ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള വെറിയന്മാർ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട്, അതിനെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. നീതിയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ, നീതിപൂർവകമായ പരസ്പരം വ്യക്തികളിലും അതേപോലെ തന്നെ സംഘങ്ങളിലും സംഘടനകളിലുമൊക്കെ ഈ സാഹോദര്യവും
ഐക്യവും നിലനിൽക്കേണ്ടതുണ്ട്. അതിന് വിശാലമായ ഒരു ഹൃദയം അനിവാര്യമാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മളുടെ അവസരങ്ങളും നമ്മുടെ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നീതിപാലകരായ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശപീഠങ്ങളിലായിരിക്കും അവരുടെ സീറ്റ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ വീട്ടിലാണെങ്കിലും ശരി, അങ്ങാടിയിലാണെങ്കിലും ശരി, മറ്റ് ഉദ്യോഗ രംഗത്താണെങ്കിലും ശരി, നമ്മൾ എടുക്കുന്ന ഏത് ജോലിയിലാണെങ്കിലും ശരി, അവിടെയൊക്കെ നീതിപൂർവകമായ, ആരോടും വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, വളരെ വിശാലമായ ചിന്തയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത്. ആ നിലക്ക് നമ്മൾ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകൂല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ കൃത്യമായി കണ്ടുപിടിച്ച് അതിന് പ്രതിവിധി പറയാൻ കഴിയണം. മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ സമൂഹത്തിൽ തിന്മകൾ കണ്ടാൽ, ആരുടെ ഭാഗത്താണെങ്കിലും ശരി, തിന്മകൾ കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, സ്വന്തം കൈകൊണ്ട് അത് തടുത്തു നിർത്താൻ കഴിയണം. ഫൈലം യസ്തതി, നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ, നാവ് കൊണ്ട് പറയേണ്ടതുണ്ടെങ്കിൽ, പ്രവാചകൻ പറഞ്ഞു ഫബിലിസാനിഹി, നാവ് കൊണ്ട് പറയണം. ഇതൊക്കെ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. വൈലം യസ്തതി, ഇല്ല, ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ടത് അത് അങ്ങ് ഒഴിവാക്കാൻ. അങ്ങനെ നമ്മളാൽ കഴിയുന്നതൊക്കെ ഈ രംഗത്ത് ചെയ്യാനാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. ആർക്കും ഇവിടെ ലീവ് അനുവദിക്കുന്നില്ല. മരണം വരെ ലീവ് അല്ലാഹു നമുക്കാർക്കും നൽകുന്നില്ല. പരിഷ്കരണ പ്രക്രിയ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി അൽ മുഅ്മിനു യമൂതു ബിഅർഖിൽ ജബീൻ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരണപ്പെടുന്നത് അവന്റെ നെറ്റിത്തടം വിയർത്തൊലിച്ചുകൊണ്ടാണ്. വിയർത്തൊലിക്കുന്നത് മരണവെപ്രാളം കൊണ്ടല്ല, മരണവേദന കൊണ്ടല്ല. മരണത്തിലേക്ക് അടുക്കുന്ന നിമിഷം വരെയും അവൻ സേവനനിരതനാണ്. അങ്ങനെ സേവനനിരതനായി ജീവിച്ചു മരണപ്പെട്ടു പോകാനാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടത് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉപദേശിക്കുന്നത്. ഈ നിലക്ക് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഇതിന്റെ ഉന്നമനത്തിനു വേണ്ടി, ഇവിടെ ഐക്യത്തിനു വേണ്ടി, സ്നേഹമുണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാകണം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വഖാല മൂസ ലി അഖീഹി ഹാറൂൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സഹോദരൻ ഹാറൂനിനോട് പറഞ്ഞത്, ഒന്ന് ഉഖ്ലുഫ്നി ഫീ ഖൗമി, ഹാറൂനെ, നീ എൻ്റെ ഈ സമൂഹത്തിൽ, എൻ്റെ ജനങ്ങൾക്കിടയിൽ നീ എൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് ഒന്ന്. രണ്ട്, വഅസ്ലിഹ്, നീ കൃത്യമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ, സുൽഹിൻ്റെ മേഖലകൾ തേടിപ്പിടിച്ച് നാട്ടിൽ ഐക്യവും സന്തോഷവും ഉണ്ടാക്കിയെടുക്കണം. വിഭാഗീയത ചിന്തകൾക്കതീതമായി നീ പ്രവർത്തിക്കണം. മൂന്നാമതായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ, നീ ഒരിക്കലും കുഴപ്പക്കാരുടെ മാർഗം സ്വീകരിക്കരുത് എന്നതാണ്. കുഴപ്പക്കാരുടെ മാർഗം നീ പിൻപറ്റരുത്. കാരണം ഫിത്ന എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വലിയ പ്രശ്നം തന്നെയാണ്. ഒരാളെയും നേർക്ക് നേരെ മുന്നോട്ട് പോകാൻ സാധിപ്പിക്കാത്ത വിധമുള്ള പ്രവർത്തനങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഫിത്നയെ വത്തഖൂ ഫിത്ന, ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞത്
വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ അറിയണം. കുടുംബത്തിലായിരുന്നാലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി വ്യവച്ഛേദിച്ച് കാര്യങ്ങൾ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി ഇടപെടേണ്ട രീതികൾ സ്വീകരിച്ച് സത്യത്തിൻ്റെ പാത പിൻപറ്റണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, ഫിത്ന എന്ന് പറയുന്നത്, കുഴപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കൊലപാതകത്തെക്കാളും കഠിനമാണ് എന്ന് ഖുർആൻ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. അതല്ലാതെ നമ്മൾ കൂടെ കൂടികളാകരുത്. നമുക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. ഇവൻ അപ്പുറത്താണോ ഞാനും അപ്പുറത്ത്, അവൻ ഇപ്പുറത്താണോ ഞാൻ ഇപ്പുറത്ത്, ഇങ്ങനെ കൂടെ കൂടികളാകരുത്. സത്യം അതെവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. അത് നമ്മൾ ചെയ്യുന്ന ജോലിയിലാവട്ടെ, അതേപോലെ തന്നെ സ്ഥാപനങ്ങളിലാവട്ടെ, വീടുകളിലാകട്ടെ, അങ്ങാടികളിലാവട്ടെ, എവിടെയാണെങ്കിലും ശരി നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ കഴിയണം. വഖുലിൽ ഹഖ്ക വലൗ കാന മുർറൻ, ഇതൊരു ചെറിയ വർത്തമാനമല്ല. വഖുലിൽ ഹഖ്ക, നീ സത്യം പറയണം. വലൗ കാന മുർറൻ, അതെന്തുമാത്രം കയ്പുണ്ടെങ്കിലും ശരി. ഒരു പക്ഷേ സ്വന്തം പിതാവിനെതിരാകാം, സ്വന്തം മാതാവിനെതിരാകാം, സ്വന്തം ജ്യേഷ്ഠനോ അനുജനോ പെങ്ങക്കോ എതിരാകാം, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും ഇഷ്ടനായ ഒരാൾക്കെതിരാകാം. ഒരു പക്ഷേ അവിടെ നമ്മൾ ഇഷ്ടമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, സത്യത്തിൻ്റെ പക്ഷമാണ്, നീതിയുടെ പക്ഷമാണ്. അതെല്ലാം വളരെ കൃത്യമായി ആലോചിച്ച് നീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ടതിന് പകരം അസത്യത്തിന് കൂട്ടുനിൽക്കുകയും അനീതിയുടെ പിന്നാലെ പോവുകയും കൂടെ കൂടികളാകുകയും ചെയ്താൽ അതുകൊണ്ടുണ്ടാവുന്ന വല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും അത് നമ്മൾ മുന്നിൽ കാണണം. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ സംസ്കാര രംഗത്താണെങ്കിലും ശരി, വസ്ത്ര സംസ്കാര രംഗത്താണെങ്കിലും ശരി, എല്ലായിടത്തും നമുക്കൊരു ഇസ്സത്തുണ്ട്. മുസ്ലിം അതെവിടെയും നിഴലിച്ച് നിൽക്കണം. ആ മുസ്ലിമിനുള്ള, മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ അർത്ഥം പോലെ തന്നെ അത് നിഴലിച്ച് നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. അതൊരു ഇസ്സത്താണ്, അതൊരു അഭിമാനമാണ്. അഭിമാന ബോധത്തോടു കൂടി നിലനിൽക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഅ്മിനു, സത്യവിശ്വാസിയായ ഈമാനുള്ള ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അവൻ ഇസ്സുൻ കരീം, അവൻ മാന്യനായ പ്രതാപമുള്ളവനാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ അഭിമാനം കളഞ്ഞു കുളിക്കരുത്. നീതിയുടെ പക്ഷത്തുറച്ചു നിൽക്കാൻ, അതാർക്ക് തന്നെ എതിരാണെങ്കിലും ശരി, സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കണം. ഇതാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സഹോദരൻ ഹാറൂനിന് നൽകുന്ന ഉപദേശങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് നമുക്ക് പല മേഖലകളിലും ഇടപെടേണ്ടതുണ്ട്. ഇത് കുടുംബത്തിലായിരുന്നാലും മറ്റ് ഇടപെടുന്ന മേഖലകളിലാണെങ്കിലും ഒക്കെ അവിടങ്ങളിൽ വളരെ കൃത്യമായ ഒരു നിലപാട് നമ്മൾക്ക് വേണം. ഒരു നിലപാട് വേണം. അതാണ് ഒരു മുസ്ലിം. നിലപാടോടു കൂടിയുള്ള പ്രവർത്തനവും സംസാരവും ഈ പ്രവർത്തനവും ഇതായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. നമ്മളൊരിക്കലും കലാപത്തിന് തിരികൊളുത്തരുത്, പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു കൊടുക്കരുത്. അതൊക്കെ വളരെയധികം അപകടകരമായ അവസ്ഥയാണെന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാഹി പ്രവർത്തനം നടത്താൻ, മുസ്ലിഹുകളായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ഒട്ടനേകം ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വീടുകളിൽ, ആശുപത്രികളിലൊക്കെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. വേദനകൾ കടിച്ചമർത്തി വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം നൽകി ശിഫ നൽകി അവരെ അനുഗ്രഹിക്കണേ അള്ളാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ഞങ്ങളോട് വിട പറഞ്ഞു പോയി റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم بارك في بلادنا اللهم بارك في بلادنا اللهم اجعلنا مسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا تقبل منا دعاءنا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار